ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് എടുക്കാൻ പോണത് തന്നെയോ? ലക്കിടി കൂട്ടുപാതന്ന് നമുക്ക് നോക്കാം, ഒന്ന് കറങ്ങാൻ പറ്റും നോക്കല്ലേ? കറങ്ങിട്ട് നിങ്ങൾ നോക്കാം. അങ്ങനെ വെച്ചിട്ട് വീഴണ്ട. ഇപ്പൊ കൂട്ടുപാതന്ന് നോക്കുക. ഇതാണ് ലക്കിടി കൂട്ടുക അതല്ലേ? ഒറ്റപ്പാലം പോയി നോക്കല്ലേ? അങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് ബൈക്ക് പോയി നോക്കാം. ആ കാവിൻ്റെ കൂടി റൗണ്ട് അടിച്ചിട്ട് വരാം. നമുക്ക് ക്യാമറ സെറ്റും നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാലല്ലേ? പോയി നോക്കല്ലേ? വെറുതെ കൈ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. കറങ്ങാൻ പോകണം. രാത്രി സ്കൂൾ വേണം എനിക്ക്. നമ്മളിതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. നമ്മള് വർത്താനം പറഞ്ഞ കയ്യിൽ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കണം കേട്ടോ. നമ്മള് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും എന്തെങ്കിലും പറയരുത്. എന്തല്ലേ അവിടെ ഇങ്ങനെ ഇറങ്ങി തിന്നണ്ടല്ലോ. ഇതാണ് നമ്മളെ തിയേറ്റർ കേട്ടോ. അപ്പുറത്തുണ്ടാക്കുക. പിന്നെ കാണിച്ചിട്ട് ഞങ്ങൾ ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. രാത്രി എങ്ങനെയുണ്ട്, പകലെങ്ങനെയുണ്ട് എന്നുള്ളത്. തിയേറ്ററിൽ തിരക്കാം. നമുക്കൊക്കെ ഒരു ദിവസം പോകണം. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്താവും എന്നൊന്നും പറയുമ്പോ. അമീർ മാമ എപ്പോഴാ വരുന്നേ? കാവിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരല്ലേ? ഇതന്നെ മതി, ഇനി മറ്റേ കാണുന്നില്ലല്ലേ? ഇതന്നെ അങ്ങനെ വെച്ചാ മതില്ലേ? എന്താ വണ്ടിന് ബാഗ് തീ കത്തണ? എന്താ ആ ലൈറ്റിന്റെ താനല്ലേ? ഇങ്ങനെ വെച്ചാൽ നമ്മൾ ലൈറ്റ് കുറച്ച് താത്തി വെച്ച് അവിടെ കുഴപ്പമില്ല. ഇനി അധികമായി അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വായലിരിക്കണ കേൾക്കും. സരസ്വതി പറയും. അന്തോ പൈസ ഉണ്ട് പോക്കറ്റില്ലേ? അപ്പൊ എന്താ ചെയ്യാ? പൈസ എടുക്കണ്ടേ? നല്ല വിചാരം. കൈ കടയുണ്ടോ അങ്ങനെ വെക്കുമ്പോ? ഇങ്ങനെ വെച്ചാൽ മതിട്ടാ, വീഴാണ്ടിരിക്കാനേ. കൈ കണി വിട്ടോ ഇപ്പൊ ചിക്കൻ പിടിക്കണ്ട്. വീഴാണ്ടിരിക്കാൻ തണുപ്പിടിക്കണ്ട. അപ്പൊ ഞാനത് മാറ്റിത്തരാം, കമ്മിയാക്കാം എ സി. മഴയത്ത് എ സി ഇട്ടിട്ട് സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. വീടിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അത് ആൾക്കാർ ചെയ്തിട്ടല്ലേ, കമന്റ് ചെയ്തിട്ടല്ലേ? ആര് കമന്റ് ചെയ്തിന് ഇതിന്? എന്റെ ശരിമാമിയും അമീർ മാമിയും ചെയ്തു. അത് മതി നമുക്ക്. പിന്നെ നമ്മള് സബ്സ്ക്രൈബ് എത്രയാണ്? 60. എത്ര ആയില്ലേ? ഒരു 60. നമുക്ക് നോക്കാം. നമുക്കിത് പഠിച്ചിന്റെ ദിവസേ ഒന്ന് ഉഷാറാക്കാം. നമുക്ക് ഈ വീഡിയോ എഡിറ്റിങ്ങും കളർ കൊടുക്കലും
അതിന്റെ ഉസ്താദ് എന്ത് പറയണേ? യൂട്യൂബ് ചാനൽ തുടങ്ങണം. ആ അത് തുടങ്ങിക്കോട്ടെ. പാന്റ് ഷർട്ട് ഇട്ട് വന്നിട്ട് അല്ല ഉസ്താദ്മാർക്കുള്ള ചാനലുണ്ടല്ലോ അല്ലേ? ഉസ്താദ് എഴുതിയിട്ടോളൂ. അങ്ങനൊക്കെ ഉണ്ട്. അല്ല ഇങ്ങനത്തെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതിന് പരസ്യം അതിന് മുമ്പൊക്കെ പോകണ്ട. അത് അടച്ചു വെക്ക് അന്തുവാ. കുട്ടിക്ക് ജലദോഷം പിടിക്കും. ഏസിന്റെ ഇതുണ്ട്, അടച്ചു വെച്ചോ. അല്ലെങ്കിൽ എന്താ അറിയോ, ഇതിന് നമുക്ക് മഞ്ഞ് കയറണ ഉള്ളിൽ കയറിയാലേ അതാണ് പ്രശ്നം. ഏത് ചില്ല് താത്തണ്ട കടയ്ക്ക് സൗണ്ട്, പുറത്തത്തെ സൗണ്ടൊക്കെ വരും. പിന്നെ അതിന്റെ ചത്ത മണൊക്കെ ഉണ്ടാവും. നമ്മളെ നാടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചൂട് വരുന്നില്ലാണ്ട്? ആ അത് ശരി. ഒന്നുമില്ല. തിരിക്കാനായാ നോക്കാം. അവിടെ എന്തെങ്കിലും പോയി നോക്കല്ലേ? നമ്മളെവിടെ എത്തി? 19 എത്തിയത് ഇല്ല, 19 അല്ല. അതായത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുപാതയിൽ നിന്ന് ഒറ്റപ്പാലം പോണ വഴിയാണ്. അപ്പൊ അതിന്റെ ഇടക്കുള്ള കാഴ്ചകളാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത്. കാവ് കഴിഞ്ഞ് കോളേജിന്റെ അടുത്തില്ലേ? മലപ്പുറം കോളേജ് എത്താനായി. ഞാൻ കോയമ്പത്തൂരിന്നേ സെബിമാമി അവിടെ നിൽക്കുന്നുണ്ട്. കല്യാണത്തിന് ഇതിനെ പോയതാണ്. അപ്പോൾ അവിടുന്ന് അവർ കുറേ ഫാൻസിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇട്ട് തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി ആയിട്ട് തരും. നോക്ക് എങ്ങനെയുണ്ടെന്ന്. പറയുമ്പോ വിശക്കുണ്ടാ? ഇമ്മിച്ച് പറഞ്ഞാൽ അധികം കണ്ട് പോകണ്ടെന്നാ. നമുക്ക് അവിടെ നിന്ന് തിരിക്കട്ടെ പെട്രോൾ പമ്പിന്ന്. നെഹ്റു കോളേജ് ഇവിടെ അല്ലേ? NS ഇങ്ങനെ മതിയില്ല അനുവ. ക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കണേ. പക്ഷെ ഇനി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ആൾക്കാരെ എഴുതട്ടെ. ഏതിനാണ് കളിക്കണം? എന്തുവാ അതവിടെ ഇരുന്നിട്ട് 5 പൈസ ഇട്ട പൻ്റെ അടുത്ത് സ്കൂട്ടിനാകെ കേടുവന്ന് എടുക്കണ്. സർവീസിന് തന്നെ 5000 രൂപ കൊടുക്കണം. ഈ പള്ളിക്ക് എന്താ വരാത്തെന്നാ എൻ്റെ ഉസ്താദ് ചോദിച്ചാ? ഞാനോടൊന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ പറയരുത്, ആൾക്കാർ കേൾക്കുന്നു. ഉസ്താദ് ചോദിച്ചില്ലേ? പിന്നെ ഈ പമ്പ് നമുക്ക് തിരിച്ചിട്ടേ അങ്ങനെയാണ് പോവാ. പമ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നല്ലേ. അപ്പോൾ ഇങ്ങനെ തൊട്ടട്ടാ അവിടെ പൊടിച്ചാ. അവിടുന്ന് തിരിച്ച് ഞങ്ങള് പിന്നെ ഒരു ദിവസം നോക്കാമല്ലോ അല്ലേ? ഇതെങ്ങനെയുണ്ട് നോക്കുക.
രസമുള്ളൂ അല്ലേ? അങ്ങനെ വൈബ്രേഷൻ ആവാനാക്കിയിട്ട് എന്തൊക്കെ കുറവെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ അവിടെ ഒരു സാധനം വെക്കണം, ഇതിൻ്റെ അടിയിലേ ഒരു സ്പോഞ്ച് വെക്കണം, പിന്നെ ഇവിടെ ഒരു ബീഡിങ്ങുമായിട്ട് ഒരു റബ്ബറിൻ്റെ ഇതും വെക്കണം. എന്നാൽ അടിപൊളിയായി. എന്നാൽ പിന്നെ ആരും പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മനസ്സിലായി. ഇപ്പം എന്നാൽ സൗണ്ട് വരില്ല. ലോങ് പോകുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ? രാത്രി രസമല്ലേ കാണാന്? നോക്കാം. മണിക്കുട്ടി ഇറങ്ങിയാ? മണിക്കുട്ടി മുഖത്തേക്ക് AC വരണ്ട കേട്ടാ. ജലദോഷം പിടിച്ചല്ലേ? അടുത്തടച്ചോ, അത് നന്നായി. ഇത് നമുക്ക് ക്ലിയർ ആയി ഒക്കെ സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോഴേ, കറങ്ങാൻ പോകുമ്പോഴേ എതിർത്തിട്ട് പോയിട്ടേ നല്ല നല്ല വീഡിയോകൾ എടുക്കട്ടെ, വർത്താനൊക്കെ പറഞ്ഞിട്ടേ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തല്ലേ? അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ നമുക്ക് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതിന്നതാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സംസാരിച്ചോണ്ടിട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടേ. പാലപ്പുറം കാവത്താനായി. സ്കൂൾ എത്ര പേരുണ്ട്? അനു സമയമല്ല, ക്ലാസ് 7 LP-ലെ 3 വർഷം കൂടി പോയിട്ടേ അവിടുന്ന് മാറ്റിയിട്ട് മറ്റേ സ്കൂളാക്കി. ആ കഴിഞ്ഞ സമയമുണ്ട്. ഇതാണ് കാവിട്ടോ. ഇവിടെയൊക്കെ കാവിലെ ഉത്സവത്തിന് ഇവിടെ ഭക്തജനങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാവും ഇവിടെ. സിനിമാ താരങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇവിടെ കാവുണ്ട്. അതൊന്നും ഇപ്പോൾ കാണിച്ചു തരുന്നില്ല ഞാൻ, കാരണം ഞങ്ങളിപ്പോൾ നേരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറ പിടിക്കാൻ ഒരാൾ വേണം. പിന്നെ മക്കളാണ് ഉള്ളത്. അതുകൊണ്ടൊക്കെ പിന്നീട് നമുക്ക് ഒരു ദിവസം ആക്കാം. അപ്പോൾ ഞങ്ങൾ ക്യാമറ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ വന്നത് ഉസ്താദ് അറിഞ്ഞിക്കടാ. പിന്നെ എങ്ങനെ ഉസ്താദ് ചോദിച്ചു? ആദ്യത്തെ ഉസ്താദാ? മതി, നിർത്തിക്കോ. വീട്ടിൽ പോയി പറയാ ബാക്കി. ഈ ആലോചിച്ച് വരുമ്പോഴത്തേനും വീട്ടിൽ ചെരുപ്പ് വരാനായി. മറ്റേ ഇന്നിപ്പോ അങ്ങോട്ട് പോയി നമ്മള്. എവിടേക്ക്? നിങ്ങൾ വന്നില്ലല്ലോ. ഇന്നത്തെ ഭക്ഷണം എന്തായിരുന്നു അറിയാ? അടിപൊളി, എന്ത് ടേസ്റ്റ് അറിയാം. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നു നല്ലൊരു ഭക്ഷണം കിട്ടിയാൻ വേണ്ടിയില്ലാന്ന്.
അപ്പോഴാണ് കാക്ക വിളിച്ചത്. നന്നായിട്ടുണ്ട്. അത് പോയത് നന്നായിട്ട് ഞങ്ങള് നന്നായി. അതുകൊണ്ടല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല, പാവം നിങ്ങൾ പോയപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയ കാക്കാക്ക്. തിയേറ്റർ കഴിഞ്ഞ മോളെ? ഇല്ലല്ലേ? അവിടെ തിയേറ്റർ ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 തിയേറ്ററാണ്. അവിടെ നമുക്ക് നിർത്തിയതിൻ്റെ ഉള്ളിലൊക്കെ പോകണം കേട്ടോ ഒരു ദിവസം. നാളെ തന്നെ നോക്കാം. നാളെ നമ്മളിവിടെ ഉണ്ടാവും ഇനി. നാളെ ഉണ്ടാവും അല്ലേ? നോക്കാം. ഇവിടെ പണ്ടൊരു തീപ്പെട്ടി കമ്പനി ആയിരുന്നു, ഈ അടുത്ത ഭാഗത്ത് ഒരു തീപ്പെട്ടി കമ്പനി ആയിരുന്നു. അപ്പം അതൊക്കെ പോയി, ഇപ്പം ചെറുങ്ങനായി. പിന്നെ മല്ലിമുളക് പൊടിച്ച് പാക്ക് ചെയ്യുന്ന സംഭവത്താണ് ഇവിടെ. ഇതാണ് നമ്മളെ കിൻഫ്ര പാർക്ക്. അതൊക്കെ കഴിഞ്ഞ് പോയി. അതൊക്കെ നമുക്ക് ഒരു ദിവസം വരാം. നമ്മുടെ നാട്ടിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. 5 ബാങ്ക്, 3 പെട്രോൾ പമ്പ്, 3 തിയേറ്റർ, ഒരു ഹൈസ്കൂള്, 3 LP സ്കൂള്, റെയിൽവേ സ്റ്റേഷന്, പിന്നെന്താണ് പള്ളികളും അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെന്താണ് ഇവിടെ? എല്ലാം ഉണ്ടല്ലേ. ഗവൺമെന്റ് പഞ്ചായത്തും വില്ലേജും കുറച്ചങ്ങോട്ട് നടക്കണം, 2 കിലോമീറ്റർ. നമുക്ക് തിരുവില്ലാമല റോഡിൽ തിരിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളെ നോക്കാം. നമ്മൾ തിരുവില്ലാമല റോഡിൽ തിരിഞ്ഞ് ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 8 കിലോമീറ്റർ ഉണ്ടാവും തിരുവില്ലാമലക്ക്. 10-ന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അല്ലേ? 10-ന്റെ ചോടായിരിക്കും. 5-ന്റെ ഉള്ളിലുണ്ടാവും തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം, പിന്നീട് നമുക്ക് വിശദീകരിച്ച് കൊടുക്കാം. അപ്പം നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെയൊക്കെ വിചാരിക്കാം. നമുക്കേ ഇവിടെ നിർത്തട്ടാ, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാട്ടെ. നിങ്ങൾ റിസൾട്ട് ഒന്ന് ഇങ്ങനെ പറയും.